എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സന്തുഷ്ടി എന്ന് പറയുന്ന കൃപയുടെ ഇഫക്ട്സ് നമുക്ക് അവകാശമാക്കാൻ വേണ്ടിയുള്ള എളുപ്പ വഴി എന്താണെന്നറിയാമോ? അതിന് നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഇത് കർത്താവുമായിട്ട് എൻ്റെ കല്യാണം കഴിച്ച പോലുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ കർത്താവുമായിട്ട് ഈ ഭൂമിയിൽ ഏറ്റവും സാധ്യമായ ഒരു റിലേഷനിലേക്ക് വരികയാണ്. നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാണ്? ദൈവത്തെ സ്നേഹിക്കാൻ, സ്നേഹത്തിൽ വളരാൻ. സിമ്പിളല്ലേ? അല്ല ജോലി കിട്ടാനാണ്, വീട് വെക്കാനാണ്, ഭർത്താവിൻ്റെ കുടിമാറാണെന്ന്. യു ഷുഡ് നോട്ട് ടോക്ക്. ദിസ് ഇസ് നോട്ട് അവർ സബ്ജക്റ്റ്. അത് നമ്മുടെ സബ്ജക്റ്റേ അല്ല. അത് ആരുടെ സബ്ജക്റ്റാണത്? കർത്താവിൻ്റെ സബ്ജക്റ്റാണ്. നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയങ്ങൾ ഇനി നമ്മുടെ സബ്ജക്റ്റ് അല്ല. ആരുടെ സബ്ജക്റ്റാണത്? കർത്താവിൻ്റെ സബ്ജക്റ്റാണ്. നിൻ്റെ മക്കൾക്ക് ജോലി കിട്ടണതും നിൻ്റെ മകൻ ജയിലിലാണെങ്കിൽ അവനെ ഇറക്കിക്കൊണ്ട് പോകണമല്ല നമ്മുടെ സബ്ജക്റ്റ് അല്ല. ഇനി ഉടമ്പടി ആയിക്കഴിഞ്ഞാൽ അത് ഫുൾ ആൻഡ് ഫുൾ കർത്താവിൻ്റെ സബ്ജക്റ്റാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് വേവലാതെ ഇത് ഇവിടെ എഴുതിയിട്ടും തലയിൽ അത് ചുവന്നു നടക്കരുത്. മറിച്ച് നമ്മുടെ സബ്ജക്റ്റ് എന്താണ്, എന്തിനാണ് ഉടമ്പടി ചെയ്യുന്നത് പറയുമ്പോൾ നിങ്ങൾ പറയും അത് ജോലിയില്ലല്ലോ അതുകൊണ്ടാണ് ഉടമ്പടി ചെയ്തത്. അങ്ങനെ പറയരുത്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളോട് ചോദിക്കുകയെ എന്തിനാണ് ഉടമ്പടി ചെയ്തത്? അല്ലേ പുള്ളിക്കാരൻ വെള്ളത്തിൽ ഇപ്പോൾ കുളിക്കല്ലേ, ജീവിതം പുറത്ത് പൊട്ടിയിട്ടാണ് ഉടമ്പടി ചെയ്യുക. അങ്ങനെ പറയരുത്. നിങ്ങളെന്താ പറയേണ്ടത്? എന്തിനാണ് ഉടമ്പടി ചെയ്തത്? ദൈവത്തെ സ്നേഹിക്കാൻ, സ്നേഹത്തിൽ നിലനിൽക്കാൻ. ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് പറ്റും. അതൊരു ടെമ്പററി അറേഞ്ച്മെൻറ്റാണ്. പക്ഷെ അത് എപ്പോഴും അതിങ്ങനെ ദൈവം അത് പരിഗണിക്കത്തില്ല. നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ദൈവം അത് രജിസ്റ്റർ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നുള്ള ഒരു പ്രോസസ്സുണ്ട്. അത് ദൈവത്തിന് നിലനിൽക്കത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം അത് രജിസ്റ്റർ ചെയ്യത്തില്ല. അതൊരു അപകടമാണ്. പലർക്കും വരുന്നൊരു അപകടമാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു നോട്ടാണത്. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ഭയങ്കരമായ വാക്കാണിത്. എന്താണ്? യോഹന്നാൻ 15:9 വായിച്ചേ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ പറഞ്ഞേ, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഇതാണ് ഡേഞ്ചറസ് പോയിന്റ്. ഇവിടുത്തെ നിങ്ങൾ മെഡിസിൻ ചെയ്യേണ്ടത് ഇവിടെയാണ്, മെഡിസിൻ എടുക്കേണ്ടത് ഇവിടെയാണ്. സ്നേഹിക്കുന്നതിന് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ദൈവം ആ സ്നേഹം റെക്കോർഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ കളികൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല ഗെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ടെമ്പററി അറേഞ്ച്മെൻറ്റ്, ഒരു ജോലി വാങ്ങിക്കാനോ അല്ലെങ്കിൽ പറമ്പ് വിൽക്കാനോ ക്ഷീണം മാറാനോ ഉള്ള ടെമ്പററി അറേഞ്ച്മെൻറ്റുമായിട്ടാണ് നിങ്ങൾ വരണത്. അപ്പം തന്നെ ഉടമ്പടിയിൽ രജിസ്റ്റർ ഉണ്ട്. അത് നിങ്ങളെ ഉടമ്പടി ചെയ്തതായിട്ട് ദൈവം രജിസ്റ്റർ ചെയ്യുന്നില്ല. ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാര്യം നമ്മൾ കഷ്ടപ്പെട്ട് വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് കണ്ട വണ്ടിയും പിടിച്ച് ഇവിടെ വന്ന് പട്ടിണി നിന്ന് 4 മണിക്കൂർ ക്ലാസ് എടുത്ത് ഇവിടെ ഉടമ്പടി ചെയ്തിട്ട് വീട്ടിൽ പോകുമ്പോൾ ഇന്ന് രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ പേര് വിളിക്കുമ്പോൾ സുശീലിക്കുട്ടി ഇല്ല. കർത്താവ് എൻ്റെ പേര് വിളിച്ചില്ല, ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പിടിക്കുന്നു വരുന്നതാണേ. അവിടെ ബസ് റൂട്ട് പോലും ഇല്ല. ഞങ്ങൾക്ക് അവിടെ ബസ് റൂട്ട് പോലും ഇല്ല. ജീപ്പിന് വെച്ച് എനിക്ക് ജീപ്പിന് 6 പേര് വന്നാൽ മാത്രമേ നമുക്ക് 50 രൂപ കൂടത്തുള്ളവർ. 6 പേരില്ലാത്ത കാരണം 6 പേരുടെ കാശ് ഞാൻ ഒറ്റ കൊടുത്തേ വന്നിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ പേരെന്താ നീ ഉടമ്പടി ഞാൻ എടുത്ത കൂട്ടത്തിൽ ഇന്ന് വായിച്ച് ഉടമ്പടി എടുത്ത ആൾക്കാരുടെ പേരിൽ എൻ്റെ പേരില്ലാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയും, നീ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ പറമ്പ് റബ്ബർ തോട്ടം വിൽക്കാൻ വേണ്ടി വന്നതല്ലേ, നീ വിറ്റ് കഴിയുമ്പോൾ നീ ഗുഡ് ബൈ പറയത്തില്ലേ. അങ്ങനെ നിലനിൽക്കാത്ത ആൾക്കാരെ ഉടമ്പടി രജിസ്റ്റർ ചെയ്യത്തില്ലെന്ന് പറയും. ഇതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. ഇത് വായിച്ചു കേട്ടില്ലേ നിങ്ങൾ? ഞാൻ കൈ നീട്ടമല്ല, എന്താ വായിച്ചത്? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ 15:9 യോഹന്നാൻ എന്ന് വായിച്ച പറഞ്ഞ്, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. നിലനിൽക്കുവിൻ. ഇതിൻ്റെ അകത്തൊരു വല്ലാത്തൊരു വിഷയമാണ്. ഈ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് പറഞ്ഞ്, എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ എൻ്റെ പിതാവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും.
നിലനിൽക്കും. അപ്പോൾ സിമ്പിളാണ്, ഈ വിഷയം സിമ്പിളാണ്. കാര്യം ഈശോ എങ്ങനെ നിലനിന്നെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ നോ ഹൗ ടെക്നിക്കാലിറ്റി പറയുന്നുണ്ട്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 15:10. യോഹന്നാൻ 15:10. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കൾ, ഇത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കണം. ആധ്യാത്മിക ജീവിതം, ദൈവ സ്നേഹ സഹവസിപ്പ് എന്നാണ് ഈ ആധ്യാത്മിക ജീവിതത്തിൻ്റെ മറുപേരെന്ന് പറയുന്നത്. അത് സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ദൈവം ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ടെമ്പററി അറേഞ്ച്മെൻറ്റ് ദൈവം ഉദ്ദേശിക്കണില്ല. ഈ മനുഷ്യന്മാർക്ക് വന്നിരിക്കുന്ന അബദ്ധം അതാണ്. അവരെ ടെമ്പററി അറേഞ്ച്മെൻറ്റേ ഉദ്ദേശിക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? ചില ഇന്നാളുടെ ചേട്ടൻ പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ചു 90 ദിവസത്തെ പരിപാടിയിലേ ഉള്ളെന്ന് ഉടമ്പടിയേ. 90 വന്ന് തലവെക്കരുത് കേട്ടോ. ആലപ്പുഴ 90 ദിവസത്തില 900 ദിവസത്തെ പരിപാടിയാണിത്. എന്താ പ്രശ്നം വെച്ചാൽ, നിങ്ങൾ ആലപ്പുഴ വരുന്നുണ്ടോ, ഉടമ്പടി പുതുക്കുന്നുണ്ടോ അല്ല പ്രശ്നം. ആലപ്പുഴ വരുന്നത് ഉടമ്പടി പിടിക്കുന്നത് ടെക്നിക്കാലിറ്റി കാര്യമാണ്. അതല്ല, അത് വന്നാലും വന്നില്ലേലും. മറിച്ച് എന്താണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ. അപ്പൊ ക്രിസ്തു എങ്ങനെയാണ് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത്? എങ്ങനെയാണ് ഈശോ എങ്ങനെയാണ് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത്? പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ. അപ്പം പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ, വചനം പാലിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് നിലനിൽക്കാൻ പറ്റും. ദൈവസ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റും. വചനം പാലി എന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, അങ്ങേപ്പോലെ ഞങ്ങളും ദൈവകൽപ്പനകള് കർത്താവിന്റെ വചനങ്ങള് പാലിച്ച് അങ്ങയുടെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ദൈവപിതാവേ, നന്ദി ദൈവപിതാവേ, മഹത്വം ദൈവപിതാവേ, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ ഈശോ പറഞ്ഞല്ലേ. എങ്ങനെയാണ് നമ്മൾ നിലനിൽക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. പക്ഷേ അവിടെ പ്രശ്നം വെച്ചാൽ, എങ്ങനെയാണ് കൽപ്പനകൾ പാലിക്കണത്? കൽപ്പനകളല്ല പ്രശ്നം ഇവിടെ. നിങ്ങൾ സാങ്കേതികമായിട്ട് കുറേ കൽപ്പന പാലിച്ചാൽ പറ്റത്തില്ല. എങ്ങനെയാണ്? ഈശോ പറഞ്ഞത് എന്താണ്? എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകളെ. അപ്പോൾ കൽപ്പനകൾക്കല്ല പ്രാധാന്യം അവിടെ. പിന്നെയും മാറിക്കണ കാര്യം ടെസ്റ്റ് ചെയ്യണം. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 14:23 യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. വിഷയം ഇപ്പൊ ക്ലിയർ ആയില്ലേ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പോൾ എന്തിനാണ് ഉടമ്പടി എടുക്കണേ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. 14:23. അപ്പോൾ എന്തിനാണ് ഉടമ്പടി എടുക്കണേ? സ്വരത്തിൽ പറ. ദൈവത്തെ കൽപ്പന പാലിക്കാനല്ലല്ലോ, അതാ വിഷയം. കൽപ്പന പാലിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ രീതി ജീവിക്കുകയാണ് നമ്മൾ ചെയ്യണത്. പക്ഷേ അതിൻ്റെ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കണത് വസ്തുസ്നേഹമാണോ വിഷയസ്നേഹമാണോ എന്നറിയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പലപ്പോഴും കാണിച്ചു കൂട്ടിക്കണത് എന്താ പറയുക? പശ്ചാത്താപം എവിടുന്നാണ് വേണ്ടതെന്നറിയാമോ? പശ്ചാത്താപം വേണ്ട സ്ഥലങ്ങൾ പറയുകയാണെന്ന്. പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എവിടെ നിന്നാണ് വീണ് പോയതെന്ന് ശ്രദ്ധിക്കാൻ പറയും. വചനം അവസാനിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, നിങ്ങൾ എവിടെ നിന്നാണ് വീണ് പോയതെന്ന് നോക്കുവിൻ. വെളിപാട് 2:5.
വെളിപാട് 2:5. അതിനാൽ അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ദീപപീഠം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസമാണ്. ദീപനാളവും എല്ലാം ബൈബിളിൽ എന്തിൻ്റെ പ്രതീകമാണ്? വിശ്വാസത്തിന്. നീ ഇവിടെ എന്താ പറയണത്? വെളിപാട് 2:5 ഒന്നിനു വായിച്ചേ. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. അപ്പൊ വിശ്വാസം എടുത്ത് കളയുമെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? പശ്ചാത്തപിച്ചില്ലെങ്കിൽ, പശ്ചാത്തപിക്കാത്ത ജീവിതം തുടർന്നാൽ സംഭവിക്കാൻ പോകുന്ന പരിണത ഫലം എന്താണ്? വിശ്വാസം എടുത്ത് കളയും. പിന്നെ എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? പ്രാർത്ഥനാ ജീവിതം പോവും. പല ആൾക്കാരുടെയും പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞതിൻ്റെ കാരണം എന്താ? വിശ്വാസം പോയിട്ടാണ്. വിശ്വാസം പോകാൻ കാരണം എന്താണ്? പശ്ചാത്തപിക്കാത്തത് കൊണ്ടാണ്. പശ്ചാത്തപിക്കേണ്ടത് എന്താണ്? പശ്ചാത്തപിക്കേണ്ടത് നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് നോക്കണമെന്ന് പറയും. അത് പറഞ്ഞ് ഏത് അവസ്ഥ, അത് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം എവിടെ നിന്നാണ് ഈ തകർച്ച തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയും. ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ തകർച്ച തുടങ്ങും ചിലർക്ക്. എന്താ കാര്യം? ആ മിസ്പ്ലഗിങ് കൊണ്ടുകൊണ്ടാണ്. നിങ്ങളവിടെ വിളിച്ച് ചോദിക്കണേ എന്തിനാണ് ഉടമ്പടി എടുത്തത്? അതെ, അവനിപ്പോൾ കുറച്ച് ചുറ്റിക്കളി കൂടുതലാണ്, അതുകൊണ്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണെന്ന്. തീർന്നില്ല പരിപാടി. തകർച്ച തുടങ്ങി. നീ ഏത് അവസ്ഥയിൽ നിന്ന് അധപ്പതിച്ചതെന്ന് അറിയണമെന്ന്. ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ നാട്ടുകാർ ചോദിക്കുക എന്തിനാണ് ഉടമ്പടി എടുക്കാൻ കൃപാസനത്തിൽ പോയത്? അതെ, ആ വസ്തു വിൽക്കാൻ. വസ്തുവിന് വഴിയൊന്നുമില്ല. വഴിയില്ലാത്ത വസ്തു കണ്ടവൻ്റെ പെട്ടെന്ന് കെട്ടിവെക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പാർട്ടി. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വഴിയില്ലാത്ത വസ്തുവിന് കർത്താവ് വഴി ഉണ്ടാക്കി തരും. അത് മറ്റുള്ള അറിയിക്കാതെ അവൻ്റെ പെടയ്ക്ക് വേണ്ടി കെട്ടിവെക്കേണ്ട കാര്യമില്ല. അപ്പം നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് നീ ചിന്തിക്കണം. ഈ നിന്നോട് ചോദിക്കണം എന്തിനാണ് ഉടമ്പടി എടുത്തത്? ജോലിക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് 3 തോറ്റ്. OET എഴുതി ഞാൻ മടുത്ത്. ഇനിയിപ്പോൾ ഞാനങ്ങോട്ട് MOH എഴുതാവാൻ നോക്കുകയാണ്. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവിടെ MOH ആണ് OET ആണ് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ വിദേശത്ത് ജോലിയൊന്നും എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ദൈവമാണ് തീരുമാനിക്കേണ്ടത്. ദൈവമാണ് തീരുമാനിക്കേണ്ടത്. OET ആണ് MOH ആണെന്ന് ദൈവം തീരുമാനിക്കണം. അപ്പോൾ നീ എന്തിനാണ് ഉടമ്പടി എടുത്തത്? ഞാൻ OET 3 പ്രാവശ്യം എഴുതി. ഇനി MOH എഴുതണം, IELTS എഴുതണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഇതൊന്നും അല്ല ഉടമ്പടിയുടെ ഇഷ്ടം. എന്തിനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്? കർത്താവിനെ സ്നേഹിക്കാൻ. അതാണ് ഉത്തരം. ബാക്കിയുള്ളത് നമ്മുടെ വിഷയമല്ല. എന്തിനാണ് ഉടമ്പടി എടുത്തത്? കർത്താവിനെ സ്നേഹിക്കാൻ. രണ്ടാമത്തെ ഉത്തരം എന്താണ്? അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ. എത്ര ദിവസത്തേക്ക്? 90 ദിവസത്തേക്ക്. അപ്പോൾ അതാ. പക്ഷേ അങ്ങനെ ഒരാളിന് 90 ദിവസത്തേക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. 90 ദിവസത്തേക്ക് ഒരാളിന് നിലനിൽക്കാൻ പറ്റത്തില്ല. വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഉടമ്പടി എടുക്കുന്നവരാണ് 90 ദിവസം കഴിയുമ്പോൾ ഉഴപ്പണത്. വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉടമ്പടി ജീവിക്കേണ്ടത്. ആരാണ്? കർത്താവിനെയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഒരു ബോധം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കത്തും, അല്ലെങ്കിൽ കത്തത്തില്ല, നനഞ്ഞിരിക്കും. ഏറ്റവും വലിയ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില ആൾക്കാർക്കൊരു കുഴപ്പമുണ്ട്. അതായത് നമ്മൾ ഒത്തിരി കുടിക്കും ായിട്ട് സ്വപ്നം കാണും, വരണ്ട തൊണ്ടയുമായിട്ട് എഴുന്നേറ്റ് വരും. അങ്ങനെ ഒരു അവസ്ഥ ആൾക്കാർക്കുണ്ട്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യാ 29:8. യെശയ്യാ 29:8. സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും ആകും. ബൈബിൾ എന്ത് രസമാണെന്ന് അറിയാമോ? ഓരോ മനുഷ്യൻ്റെ എല്ലാ വിധത്തിലും ഉഡായിപ്പുകൾ ഇങ്ങനെ വെളിവാക്കും.
നിങ്ങൾ ഉടമ്പടി എടുത്തതായിട്ട് ഇങ്ങനെ സ്വപ്നം കാണും. 90 ദിവസം കഴിയുമ്പോൾ ഉടമ്പടി എടുക്കാത്ത വരണ്ട തൊണ്ടയായിട്ട് എഴുന്നേറ്റ് തന്നെ കാണാം. ഉടമ്പടി എടുത്തായിട്ട് സ്വപ്നം കാണുകയാണ്. ഞാൻ ഉടമ്പടിയിലാണ് ജീവിച്ചതാണെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നത് മാത്രമാണ്. ചില ആൾക്കാരുടെ ഉടമ്പടി സ്വപ്ന ഉടമ്പടിയാണ്. യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനെ എന്തോ തിരക്കിൽ കൊണ്ടുവന്ന് എഴുതി എന്തൊക്കെ കേട്ട് കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി ഇവിടെ ഇട്ടതും പോയി. സ്വപ്ന ഉടമ്പടി. പല ആൾക്കാരും ദൈവത്തെ അറിയാതെ എടുത്തിരിക്കുന്ന ഉടമ്പടിയെല്ലാം സ്വപ്ന ഉടമ്പടിയാണ്. സ്വപ്ന ഉടമ്പടിയുടെ ഫീച്ചേഴ്സ് എന്താണ്? വിഷയത്തിനായിരിക്കും പ്രാധാന്യം. ജോലി, വീട്, വിവാഹം, വിസ വന്ന, ഓഫർ ലെറ്റർ വന്ന, പറമ്പ് മേടിക്കുന്ന ആൾ വന്ന, ഈ വിഷയത്തെക്കുറിച്ച് തന്നെ എപ്പോഴും ഇങ്ങനെ അങ്കലാപ്പിരിക്കും. അത് ഉടമ്പടിക്ക് മുമ്പ് അവരങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അവരങ്ങനെ തന്നെയാണ്. അങ്കലാപ്പം അവർക്ക് മാറിയിട്ടില്ല. അതാണ് സ്വപ്ന ഉടമ്പടിക്കാർ. സ്വപ്ന ഉടമ്പടിക്കാർ 90 ദിവസം കഴിഞ്ഞാലും ഉടമ്പടി എടുക്കാത്ത പോലെ എഴുന്നേറ്റ് തന്നെ കാണാം. ഒന്നും നടക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? വിഷയത്തിൽ നിന്ന് അൺപ്ലഗ് ചെയ്യണം. നിങ്ങൾ വിഷയത്തിൽ നിന്ന് അൺപ്ലഗ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം അത് നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാണത്. നമ്മുടെ വിഷയം എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ എന്തിനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കാൻ. രണ്ടാമത്തെ എന്താണ്? ആ സ്നേഹത്തിൽ നിലനിൽക്കാൻ. എൻ്റെ പേര് അശ്വതി. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര സ്ഥലത്തു നിന്ന് വരുന്നു. ആദ്യം തന്നെ എൻ്റെ അമ്മയോട് ഞാൻ നന്ദി പറയട്ടെ. എനിക്കിവിടെ നിന്ന് എല്ലാവരോടും എൻ്റെ അനുഭവം പറയാൻ അമ്മ അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ തികച്ചും നിരീശ്വരവാദിയല്ല, പക്ഷേ ഞാൻ ഒരു വിശ്വാസങ്ങളിലും അന്ധമായി വിശ്വസിക്കാത്ത ഒരാളായിരുന്നു. വീട്ടിൽ എല്ലാവരും പ്രാർത്ഥിക്കും, അവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോയി ഇരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാനായിട്ട് പ്രാർത്ഥിക്കുകയോ ഒരിക്കലും അങ്ങനെ ദൈവമില്ല, നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് തന്നെ എന്നുള്ളൊരു രീതിയായിരുന്നു എൻ്റെ വീട്ടിൽ. ബാക്കി എല്ലാവരും വിശ്വാസമുള്ളവരാ, ഞാനൊഴികെ. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു. എൻ്റെ കല്യാണം ലവ് മാരേജ് ആയിരുന്നു. ആ ലവ് മാരേജ് ആയതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും എതിർപ്പായിരുന്നു. എൻ്റെ സഹോദരൻ എന്നോട് പിണക്കമായിരുന്നു. 5 വർഷത്തോളം ഞങ്ങൾ പിണങ്ങിയിരുന്നു. ഇപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ട്. കുഞ്ഞിന് 3 വയസ്സാണ്. എൻ്റെ അമ്മയിലേക്ക് ഇനി വഴി തെളിയിച്ച എൻ്റെ സ്വന്തം അമ്മയാണ്. എൻ്റെ അമ്മയാണ് ഇവിടെ ആദ്യം വരുന്നതും അമ്മ പ്രാർത്ഥിക്കുന്നതും. അമ്മയ്ക്കൊരു വിശ്വാസം അമ്മയിൽ നിന്ന് കിട്ടിയത് അമ്മയുടെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. അമ്മ ഒരു റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ രോഗത്തിന് അടിമയായിരുന്നു. 7 വർഷത്തോളം എൻ്റെ അമ്മയ്ക്ക് സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞാണ് അമ്മ ഇവിടെ മാതാവിനെക്കുറിച്ച് അറിയുന്നതും ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതുമൊക്കെ. ഉടമ്പടി എടുത്ത് നിൽക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയിലൂടെ തന്നെ അമ്മയ്ക്ക് ഒരുപാട് കുറവുകളുണ്ട്. അമ്മ ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്വന്തം കാര്യങ്ങൾ നോക്കാനായപ്പോൾ തന്നെ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ സാധിക്കുകയും ചെയ്തു. ഞാൻ ഇവിടെ വരാൻ പറ്റിയതെന്ന് ആദ്യം തന്നെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. ഞാൻ 3 വർഷം കൊണ്ടേ ഞാൻ പുറത്ത് പോകണം, എനിക്കൊരു ജോലി പുറത്ത് കിട്ടണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളായിരുന്നു. എൻ്റെ പ്രസവ സമയത്ത് എൻ്റെ ഭർത്താവ് നാട്ടിൽ വന്നതാണ്. പിന്നെ അദ്ദേഹം തിരിച്ചു പോയില്ല. അവിടുത്തെ ജോലിയൊന്നും ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ പുറത്ത് പോകണം, നമുക്കൊരു ജോലി വേണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. 3 വർഷത്തോളം അതിൻ്റെ പുറയിൽ നടന്നു. ഇതിനിടയിൽ ഞങ്ങളൊരു ഏജൻസിയെ പരിചയപ്പെട്ടു. ജോലിക്ക് വേണ്ടി 6 ലക്ഷം രൂപയോളം ഞങ്ങൾ അവരുടെ കൊടുത്തു. അവരുടെ പിഴവാണോ എന്നറിയില്ല. അവരിതുവരെയും ഞങ്ങൾക്ക് പൈസ തിരിച്ചു തരികയോ ഞങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുകയോ ചെയ്തിട്ടില്ല. പോകുന്ന കാര്യങ്ങൾ നടന്നു. ഞങ്ങളുടെ കൂടെ കൊടുത്ത ഒരുപാട് പേരുണ്ട്, ആരുടെയും കാര്യങ്ങൾ നടന്നില്ല. പിന്നെ അവരുമായി കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. അങ്ങനെ ഒരുപാട് വിഷമിച്ചിരുന്ന സമയത്താണ് ഞങ്ങൾ മാതാവിനെ അമ്മ എൻ്റെ അടുത്ത് പറയുന്നത്, മാതാവിനെ പ്രാർത്ഥിക്കുമ്പോളെ എല്ലാ കാര്യങ്ങളും സാധിക്കും. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞിന് സുഖമില്ലാതായി. ഒരു ദിവസം കുഞ്ഞിന് സുഖമില്ലാതായി. എന്തുവാ കാരണമല്ല, അവൾക്ക് പനി വരും മാറും. അങ്ങനെ 2-3 മാസത്തോളം പനി വന്നു. അങ്ങനെ മാറിയില്ല. ഒരുപാട് ആശുപത്രിയിൽ കൊണ്ടുപോയി. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു വലിയ ആശുപത്രി കൊണ്ടുപോയി. അത് അവിടെ നിന്നും പോകാനുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അന്ന് എവിടുന്നോ പൈസ കടം വാടിച്ച് കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ കുഞ്ഞിന് ഇൻഫെക്ഷനാണ്, നെഞ്ചിനകത്ത് ഇൻഫെക്ഷനായിപ്പോയി. കുഞ്ഞ് ഫോർമുല മിൽക്ക് കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞായിരുന്നു. അതും കരി എഴുതുന്നത് കരി വായിലെങ്ങാണ്ട് കുഞ്ഞിൻ്റെ കൈ കൊണ്ടോ എങ്ങനെയോ ചെന്ന് തൊണ്ടയിലും നെഞ്ചിലും ഒക്കെ ഇൻഫെക്ഷനായിപ്പോയി. അത് മാറുന്നില്ല, അത് കൂടിയായിരുന്നു. അങ്ങനെ ആൻറ്റിബയോട്ടിക് കുത്തിവെക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു കുഞ്ഞിന്. 7-8 ഇഞ്ചക്ഷനോളം വെക്കണം. അന്നത്തെ ഒരവസ്ഥയിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തിക ശേഷി കുറവാണ്. 2 പേർക്കും ജോലിയൊന്നുമില്ല. തൽക്കാലം എങ്ങനെയെങ്കിലും നടന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അമ്മ എന്നും പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേണ്ടി. എന്നിട്ട് എന്നോട് പറയും, മോളെ
ഞാനൊരു പത്രം തരാം, നീ ആ കുഞ്ഞിൻ്റെ അടുത്ത് വെച്ച് നീ അത് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ അമ്മ എൻ്റെ പത്രവും തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ കുഞ്ഞിനെ പറ്റി പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അമ്മ അവിടെ അത് അസുഖം അമ്മേ, അത് മരുന്ന് കഴിക്കുമ്പോൾ മാറും എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞ് ഞാൻ കളയത്തേ ഉള്ളൂ. പക്ഷേ ഒരു ദിവസം അമ്മ ആശുപത്രി വന്ന് കുഞ്ഞിൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അമ്മ എന്തോ കുഞ്ഞിൻ്റെ ദേഹത്ത് തേക്കൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ വേണ്ടാവൊന്നും പറഞ്ഞില്ല, അമ്മ അത് ചെയ്ത് കഴിഞ്ഞ് അമ്മ ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചോളാം, അത് മാറും, നീ വിഷമിക്കേണ്ടെന്നൊക്കെ എന്നെ ആശ്വസിപ്പിച്ചിട്ട് അമ്മ അങ്ങ് പോയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ അതുവരെ കുഞ്ഞ് ആഹാരമൊന്നും കഴിക്കത്തില്ല, വെള്ളം എന്തെങ്കിലും കുടിക്കും, ജ്യൂസും അത് മാത്രമേ ഉള്ളൂ, ഒന്നും കഴിക്കത്തൊന്നുമില്ലായിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് സ്വന്തമായിട്ട് ആഹാരം വിശക്കുന്ന അമ്മയെന്ന് പറയാൻ തുടങ്ങി, ആഹാരം കഴിക്കാൻ തുടങ്ങി, കുഞ്ഞിൻ്റെ കൗണ്ടൊക്കെ നേരെയായി. ആൻറ്റിബയോട്ടിക് നിർത്താമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ പറയുന്നു, ദൈവം ഇതെന്തു പെട്ടെന്ന്, കാരണം 7 ഇഞ്ചക്ഷൻ എടുക്കണം, 7 ഇഞ്ചക്ഷൻ കഴിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ ചെന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞതാ. പക്ഷേ 2-3 ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. അതിന് മുമ്പേ കുഞ്ഞിന് അസുഖം കുറവുണ്ട്. പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, നല്ല കുറവുണ്ട്. ഡോക്ടർ പറഞ്ഞു 2 ദിവസം കഴിയുമ്പോൾ മുമ്പേ നിങ്ങൾക്ക് ഡിസ്ചാർജ് വാങ്ങിച്ച് പൊക്കോ, കുഴപ്പമൊന്നുമില്ല, ഇനി ഞാൻ 2 ഗുളികയുണ്ട്, 2 ടോണിക്കുണ്ട്, അത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോഴും അമ്മയുടെ ഞാൻ പറഞ്ഞു, അമ്മേ ഡോക്ടർ ഇങ്ങനെ വന്ന് പറഞ്ഞമ്മേ, പെട്ടെന്ന് വന്ന് പറഞ്ഞു കൊച്ചിന് നല്ല കുറവുണ്ട്, ബ്ലഡിലും കുറവുണ്ട്, നിങ്ങൾക്ക് പോവാമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ മോളെ, മാതാവ് നിങ്ങളെ കാത്തയാ, മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, ഞാൻ അവിടെ വന്ന് ഉടമ്പടി തൈലം തേച്ചു, ഞാൻ കുഞ്ഞ് കിടക്കുന്നിടത്ത് ഞാൻ പത്രം വെച്ച് പ്രാർത്ഥിച്ചു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്നിട്ടും എനിക്കൊരു വിശ്വാസമുണ്ട്, പക്ഷെ ഞാൻ അമ്മയുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നില്ല. കാരണം നേരത്തെ വാദിച്ച് ജയിച്ചതല്ലേ, അമ്മ ഇതൊരു അസുഖമാണ് അമ്മ, അത് മരുന്ന് കഴിക്കുമ്പോൾ അങ്ങ് മാറുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, ദൈവമേ ഉള്ളയാണോ, ദൈവം മാറ്റിയതാണോ എന്ന് ഞാൻ വിശ്വസിച്ചതങ്ങ് മാറ്റി. അത് കഴിഞ്ഞ് ഞാൻ അതിന് മുമ്പ് ഞാൻ IELTS ക്ലാസ്സിന് പൊയ്ക്കൊണ്ടിരിക്കുക. പരീക്ഷാ സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് കുഞ്ഞിന് അസുഖം വരുന്നത്. പരീക്ഷ എഴുതിയതുമില്ല, വേറെന്തോ കാര്യത്തിൽ അതങ്ങ് പോവുകയും ചെയ്തു. IELTS പോകുന്ന പൈസയും പോയി, അതും ചെയ്തില്ല. അങ്ങനെ രണ്ടാമത് ഞാൻ അമ്മയെടുത്ത് അമ്മേ ഞാൻ നാളെ തൊട്ട് ഒന്നുകൂടെ IELTS കോച്ചിങ്ങിന് പോകാൻ പോവാം, ഒന്നുകൂടെ പരീക്ഷ എഴുതി ജയിച്ചിട്ട് ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോകണോ അമ്മേ. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോവാവൂ, പഠിക്കാനും പോവാവൂ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു ഉടമ്പടി തൈലം കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് പ്രാർത്ഥിക്കണം, ബുക്കിലൊക്കെ പഠിക്കുന്ന ബുക്കിൽ പ്രയാസമുള്ള പാഠങ്ങളിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. രാവിലെ ഞാൻ എഴുന്നേക്കും, പ്രാർത്ഥിക്കത്തൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിച്ചെന്ന് അമ്മയോട് കള്ളവും പറയും, വിശ്വാസമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടങ്ങ് ഞാൻ പോവും. എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ അമ്മ വാട്സപ്പിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ സാക്ഷ്യങ്ങൾ അയച്ചു തരും, പ്രാർത്ഥനകളൊക്കെ അയച്ചു തരും. അപ്പോൾ എന്തോ ഈ ക്ലാസ് കഴിഞ്ഞ ഒരു സമയത്ത് അമ്മയുടെ മെസ്സേജ് കണ്ടു, ഒരു സാക്ഷ്യം അയച്ചു തന്നു. അപ്പോൾ ഞാൻ IELTS ഞാൻ എഴുതിയേക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ ഇനി എന്തെങ്കിലും പഠിക്കാൻ അയച്ചു തന്നെയാണോ എന്ന് പറഞ്ഞ് ഞാൻ IELTS ആ സാക്ഷ്യം എടുത്ത് വായിച്ചു നോക്കുക. അപ്പോൾ അതിനകത്ത് സാക്ഷ്യത്തിൽ ഇങ്ങനെ ഒരു കുട്ടി പറയുന്നുണ്ട്, ഞാൻ 2-3 വട്ടം IELTS പരീക്ഷ എഴുതി, തോറ്റുപോയി, എൻ്റെ പൈസയൊക്കെ പോയി, ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ IELTS പരീക്ഷ ജയിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സ് മാറിയതുപോലെ, അപ്പോൾ ഞാൻ ദൈവമേ ഞാനും ഇനി തോറ്റു പോകുമോ, ദൈവത്തെ വിശ്വസിക്കാതെ ഞാൻ പോയി പരീക്ഷയിൽ ഞാൻ തോറ്റു പോയിട്ട് ഞാൻ ഇനി ഉടമ്പടി എടുക്കേണ്ടി വരുമോ, അങ്ങനെയൊക്കെ ആവുമോ ഞാനിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുക. എന്നിട്ട് ഞാൻ അറിയാതെ എൻ്റെ വായി ഞാൻ പറയുന്നുണ്ട്, മാതാവേ എന്നെ നീ തോൽപ്പിക്കല്ലേ, ഞാനങ്ങ് വന്നോളാവേ എന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പരീക്ഷ അടുക്കാറായി, പരീക്ഷയുടെ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ നീ എന്നും പ്രാർത്ഥിക്കണേ. അപ്പോൾ ഇനി കുറച്ച് വിശ്വാസം വന്നു തുടങ്ങി. കാരണം ഇല്ല, വീഡിയോ കണ്ട് ഞാൻ പേടിച്ച് തോറ്റു പോകുമോ എന്നുള്ളൊരു പേടി മനസ്സിൽ. അപ്പോൾ ഞാൻ പേടിച്ചാണ് ആദ്യം തൊട്ട് പ്രാർത്ഥിക്കുന്നത്. എന്നും അമ്മ പറയുന്ന വചനങ്ങളും വിശ്വാസ പ്രമാണമൊക്കെ അമ്മ എൻ്റെ വാട്സപ്പിൽ അയച്ചു തരും. ഞാൻ അതൊക്കെ ഓർത്തുനിന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ പിന്നെ എനിക്കത് പ്രാർത്ഥിക്കാതെ ഒരു ദിവസം ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ എന്തോ തെറ്റ് എന്നോട് തന്നെ ചെയ്യുന്ന പോലൊരവസ്ഥയായി. അങ്ങനെ എന്നും അമ്മ ഓരോ സാക്ഷ്യം രാവിലെയും വൈകുന്നേരം അമ്മ എനിക്ക് അയച്ചു തരും. അത് കേൾക്കും, പ്രാർത്ഥിക്കും. അത് കേൾക്കുന്നതിന് മുമ്പോ പിമ്പോ ഞാൻ പ്രാർത്ഥിച്ചിരിക്കും. അത് കഴിഞ്ഞ് IELTS പരീക്ഷയുടെ ഡേറ്റ് എടുത്തപ്പോൾ എനിക്ക് എറണാകുളത്താണ് ഡേറ്റ്, സ്ഥലവും സമയമൊക്കെ കിട്ടിയത്. അപ്പോൾ എറണാകുളത്ത് അമ്മ എനിക്ക് ഡേറ്റ് കിട്ടിയത്, എറണാകുളത്ത് വെച്ചാൽ പരീക്ഷ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോളെ നീ ഉറപ്പായിട്ടും കൃപാസനത്തിൽ കയറണം, മാതാവിനെ കണ്ട് പറഞ്ഞിട്ടേ നീ പരീക്ഷയ്ക്ക് പോവാവൂ. ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഉറപ്പായിട്ടും പോവും, എനിക്കിപ്പോൾ വിശ്വാസമുണ്ട് അമ്മ, ഞാൻ പ്രാർത്ഥിക്കത്തേ ഇല്ലാത്ത ഒരാളായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അമ്മേ, എനിക്കിപ്പോൾ ഒരു വിശ്വാസമുണ്ട്, ഞാൻ ഉറപ്പായിട്ടും ഞാൻ അമ്മയെ എടുത്ത് കയറി അമ്മയെ കണ്ടിട്ടേ പോകത്തുള്ളൂ, അമ്മയെ ഫോട്ടോയിൽ കണ്ടുള്ളൊരു ഇതേ എനിക്കുള്ളൂ, എനിക്ക് അമ്മയെ നേരിട്ട് കാണണം അമ്മേ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത്, എനിക്ക് പരീക്ഷ 23-ാം തീയതിയാണ്, ഞാൻ 22-ാം തീയതിയെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എനിക്ക് ഇവിടെ വന്ന് കുറച്ച് സമയം ഇവിടെ നിൽക്കണം, ഇവിടെ മാതാവിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കണം, എന്നിട്ടേ ഞാൻ പരീക്ഷയ്ക്ക് പോകത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു, നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, നമുക്ക് മാതാവിൻ്റെ അടുത്ത് കയറാം
എന്ന് പറഞ്ഞു. ഈ പള്ളി കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു. പക്ഷേ ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്ന് അമ്മയെടുത്ത് കുറച്ച് നേരം ഇരുന്ന് ഇവിടെ വന്നപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടോ എന്തുവാന്ന് എനിക്കറിയാം. ഞാൻ ഇനി അമ്മയെ വിശ്വാസത്തോടെ ഇരിക്കാത്തോണ്ടാണെന്ന് എനിക്ക്. ഞാൻ ഇവിടെ വന്നപ്പോൾ കുറേ നേരം ഇരുന്ന് അറിയാതെ ഞാൻ കരഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ അമ്മയെ വിശ്വസിക്കാത്തതുകൊണ്ടോ അമ്മയുടെ അനുഗ്രഹത്തിൽ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടോ അല്ല, ഞാൻ അങ്ങനെ ശീലിച്ചുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ അമ്മയില്ലാതെ അമ്മയോട് പ്രാർത്ഥിക്കാതെ ഒരു ദിവസം എനിക്ക് പറ്റത്തില്ല. അമ്മ എന്നെ തോൽപ്പിക്കല്ലേ, അമ്മ എൻ്റെ കൂടെ എപ്പോഴും കാണണേ എന്ന് പറഞ്ഞു. ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അമ്മ എൻ്റെ ഈ കുറച്ച് ഉപ്പ് തന്നായിരുന്നു ഇവിടുത്തെ. ഞാൻ ഉപ്പ് എൻ്റെ കൈ ഞാൻ ആ ടിന്നോടെ എന്നെ കൊണ്ടു നടക്കുമായിരുന്നു. ഞാൻ പോയപ്പോഴും ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റിനകത്ത് ആ എക്സാം ഹോളിനകത്ത് കയറുമ്പോഴും ഞാൻ എന്നെ ഉപ്പിനി അതിനകത്ത് കയറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ എൻ്റെ കൊച്ചൊരു ഇറൈസറിൻ്റെ ഒരു കൊച്ചു ടിന്നുണ്ടായിരുന്നു. ഇറൈസർ ആ ടിന്നകത്താണ് വെക്കുന്നത്. ഞാൻ ആ ഇറൈസറിൻ്റെ ടിന്നകത്ത് ഇച്ചിരി ഉപ്പിട്ടുണ്ട് അത് അടച്ചു വെച്ചു. കാരണം ഇനി ആരെങ്കിലും ഇത് കൊണ്ട് അവരെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്, ഒരു അരമണിക്കൂറോളം ചെക്കിങ്ങാണ്. അതിനകത്ത് അവർ കയറ്റിയില്ലെങ്കിലും ഞാൻ കള്ളത്തരം പോലെ ഞാനത് ഒളിപ്പിച്ച് എൻ്റെ കൈ വെച്ച് ഈ കൊന്ത എൻ്റെ കഴുത്തിൽ വിട്ടുകൊണ്ടാണ് ഞാൻ പരീക്ഷാ ഹാളിൽ കയറുന്നത്. എക്സാം ഹാളിൽ കയറിയപ്പോൾ ഒരുപാട് നിയന്ത്രണങ്ങളും നമ്മളെ പേടിപ്പിക്കുന്ന പോലത്തെ അരമണിക്കൂറോളം ഒരു മുറിക്കകത്ത് ഇരുത്തയൊക്കെയാണ്. അത് കഴിയുമ്പം എനിക്ക് ഓരോ നിബന്ധനകൾ അവർ തരുന്നുണ്ട്. ഹോൾ ടിക്കറ്റ് വരുന്നുണ്ട്, എഴുതാനുള്ള പേപ്പർ, ഹെഡ്സെറ്റ് എല്ലാം കൊണ്ട് തന്നെ ഓരോന്ന് എൻ്റെ കൈ കിട്ടുമ്പോഴും ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉപ്പെടുത്ത് അതിനകത്ത് ഇട്ടിട്ടും ഞാൻ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇട്ടിട്ട് എനിക്കങ്ങ് വെപ്രാളമാണ്. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ അമ്മയോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം എൻ്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ അനുഭവിക്കുമോ എന്നൊക്കെ എൻ്റെ മനസ്സിനകത്ത് പേടിയാണ്. ഞാൻ ഇരിക്കുന്നിടത്തും ഞാൻ എന്നെ ഇരുന്ന് സീറ്റിൻ്റെ മണ്ടയിൽ പോലും ഞാൻ ഉപ്പിട്ട് എൻ്റെ പെൻസിലിനകത്ത് ഉപ്പ് വെച്ച് തേച്ച് എന്നൊക്കെ ഞാൻ അങ്ങനെ ഓരോ സമയവും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. എനിക്ക് ഏറ്റവും വലിയ പാട് റീഡിംഗ് ആയിരുന്നു. റീഡിങ്ങിന് എനിക്ക് പാരഗ്രാഫ് എനിക്ക് ഭയങ്കര പാടാണ്. ഒരിക്കലും ഞാൻ ഒരു 30 കൂടുതൽ ഞാൻ ഇതുവരെ പോയിട്ടേ ഇല്ല. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പാടുള്ളതാണ് എനിക്കന്ന് പരീക്ഷയ്ക്ക് വന്നത്. ഞാൻ എപ്പോഴും പ്രതിയും മാതാവേ എന്നെ നീ പരീക്ഷിക്കുമല്ലയോ, എന്നെ നീ തോൽപ്പിക്കുമില്ലയോ, ഞാൻ ചെയ്തതിന് നീ എനിക്ക് തരുമില്ലയോ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപ്പെടുത്തിരുന്നുണ്ട്. ഓരോ ഉത്തരം എഴുതുമ്പോഴും ഞാൻ മാതാവിനോട് പറയും തെറ്റിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല, ഞാൻ എഴുതുവാന്നും പറഞ്ഞ് ഞാനിങ്ങനെ എഴുതുന്നുണ്ട്. എഴുതി കഴിഞ്ഞ് ഞാൻ പേപ്പർ കൊടുക്കുമ്പോഴും കുറച്ച് നേരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് എൻ്റെ പേപ്പർ മേടിക്കാൻ എൻ്റെ ഫ്രണ്ടിൽ ആൾ വന്ന് ഇരിപ്പുണ്ട്. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച് കുറേ നേരം കഴിഞ്ഞ് ഉപ്പിട്ടിട്ട് ഞാനത് കൊടുത്ത് ആ ഉപ്പ് ഞാനതിനകത്ത് ഇട്ടിട്ട് ഞാൻ ആൻസർ ഷീറ്റ് എടുത്ത് അയാളുടെ കൊടുക്കുമ്പം ആ പുള്ളിക്കാരൻ ആ ആൻസർ ഷീറ്റ് ഇങ്ങനെ കുടയുന്നുണ്ട്. ഞാൻ എന്തോ അതിനകത്ത് ഇട്ട പോലെ. അത് തറ വീണപ്പോൾ ഞാൻ ദൈവമേ എൻ്റെ ഉപ്പ് തറയിൽ പോയല്ലോ എന്ന് ഞാനിങ്ങനെ വിഷമിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞിട്ട് ഞങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പേ യു കെയിലേക്ക് പോകാനുള്ള പ്രോസസ്സിങ് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഈ പരീക്ഷയുടെ റിസൾട്ട് വന്ന് ഈ റിസൾട്ട് നമ്മൾ അയച്ചു കൊടുത്തെങ്കിലേ അവർ ഇമിഗ്രേഷൻ്റെ പേപ്പറൊക്കെ റെഡിയാക്കത്തുള്ളൂ. അത് അയച്ചു കൊടുക്കുന്നത് ഇനി 12-ാം തീയതി എങ്ങാണ്ട് അയച്ചു കൊടുക്കണം. പക്ഷേ ഞാൻ എഴുതിയ വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 2 വീക്സ് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാലേ റിസൾട്ട് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ പ്രോസസ്സിങ്ങിൻ്റെ സമയവും തുടങ്ങി, അവർക്ക് ഇമിഗ്രേഷന് കൊടുക്കേണ്ട പേപ്പറിൻ്റെ സമയവും കഴിഞ്ഞ് ഇനി റിസൾട്ട് വരുമ്പോൾ അത് കഴിഞ്ഞേ വരത്തോളൂ അമ്മേ, ഞാൻ ഇനി എന്തോ ചെയ്യുന്നു എന്നെ പ്രാർത്ഥിച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പം പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എനിക്ക് മെസ്സേജ് ഒക്ടോബർ 6-ാം തീയതി എനിക്ക് മെസ്സേജ് വരുന്നു, റിസൾട്ട് വന്നെന്നും പറഞ്ഞ്. ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കി റിസൾട്ട് ഇന്ന് വന്നു, ഇന്ന് വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചിട്ട് പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു. എനിക്ക് 4.5 മതി പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് 6 തന്നു. അത് ഒരിക്കലും എൻ്റെ കഴിവേ അല്ല, ഞാൻ അത്രയൊന്നും അർഹിക്കുന്നത് പോലും ഇല്ല. പക്ഷേ എൻ്റെ ആ മാതാവ് എനിക്ക് ഓവറോൾ 6, ഓരോന്നിനും 6. എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അന്നോട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ അമ്മയെ വിശ്വസിക്കാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോടത് മാപ്പാക്കണം, പൊറുക്കാക്കണമെന്ന് പറഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്നോട്ട് എനിക്ക് നല്ല അനുഭവങ്ങളേ ഉള്ളൂ. ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ സഹോദരൻ എന്നോട് 5 വർഷം കൊണ്ട് പിണക്കമാണ്. എൻ്റെ അമ്മയും പിണക്കമാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ കാണുന്നുണ്ട്. വഴിയിലെങ്കിലും ഞാൻ അമ്മയെ കാണണമെങ്കിൽ എൻ്റെ വീട്ടിൽ കയറത്തില്ല. വഴിയെ പോയി നിന്നിട്ട് സ്കൂട്ടറും കൊണ്ട് അവിടെ പോയി നിൽക്കുക, അമ്മ വെളിയിറങ്ങി വരും, കാണും, ഞങ്ങൾ രണ്ടും പിരിയും. അങ്ങനെയുള്ളൂ. അല്ല ഞാൻ വീട്ടിലോട്ട് കയറത്തില്ല എൻ്റെ ആങ്ങളെ തന്നെ. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനും കയറാനും ശ്രമിക്കത്തില്ല, കാരണം ഞാൻ ചെയ്ത് തെറ്റല്ലയോ, എൻ്റെ ആങ്ങളെ എന്ന് എൻ്റെ അടുത്ത് മിണ്ടുന്നു വന്നേ ഞാനും കയറത്തോളം എന്നുള്ള വാശിയായിരുന്നു എനിക്ക്. അത് പറഞ്ഞ അതിൻ്റെ ഇടയിൽ പ്രോസസ്സിങ് തുടങ്ങുന്നു. ഞാൻ വർഷങ്ങളോളം പിണങ്ങിയിരുന്ന റിലേറ്റീവ്സൊക്കെ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു. അപ്പോൾ ഇതിന് ഒരുപാട് പൈസ ചിലവുണ്ട്. ഏകദേശം ഒരു 16 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ചിലവുണ്ട്. ഇത് ഞങ്ങളുടെ ഈ പൈസ ഉണ്ടായിട്ടേ അല്ല, ഈ പൈസ എവിടുന്ന് വന്നെന്ന് പോലും ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിത് തുടങ്ങിയപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനിത് തുടങ്ങും അമ്മേ, വേറെ നിവർത്തിയില്ല അമ്മ, എനിക്ക് എങ്ങനെയെങ്കിലും പൈസ തരണേ അമ്മേ.
ഞാൻ എൻ്റെ സ്വന്തം അമ്മയോട് പറയുന്ന പോലെ എൻ്റെ മാതാവിനോട് ഞാൻ അമ്മ എനിക്ക് പൈസ തരണേ, ഞാൻ എല്ലാം ചെയ്യുവാന്നേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയോട് പറയും. ഓരോ ദിവസവും ഓരോ പേപ്പർ പ്രോസസ്സിങ് കഴിയുമ്പോഴും 3 ലക്ഷം, ഒരെണ്ണം കഴിയുമ്പോൾ 4 ലക്ഷം എങ്ങനെ അടയ്ക്കണം നമ്മൾ. ഓരോ വട്ടവും ഞാൻ മനസ്സറിയാതെ തന്നെ ആൾക്കാർ എന്നെ സഹായിക്കുമായിരുന്നു. ഒരുപാട് നാൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നാൾ പിണങ്ങിയിരുന്ന ഒരു വ്യക്തി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, മോളെ പോകുന്ന കാര്യം എന്തുവായി? അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഇതുപോലെ കാര്യങ്ങളാണ്, ഇത്ര രൂപ കുറവുണ്ട് അമ്മ, അതിന് കിടന്ന് ഓടുക, അതുകൊണ്ടാണ് ഞാൻ അമ്മയെ വിളിക്കാത്തത് എന്നൊക്കെ ഞാൻ പറഞ്ഞൊഴിഞ്ഞു. പക്ഷേ അവരെന്നെ വിളിച്ചിട്ട് തന്നെ 3 വർഷമായി, ഞാൻ അവരെ വിളിച്ചിട്ട് 3 വർഷത്തേക്ക് കൂടുതലായി. അവരിങ്ങോട്ട് എന്നോട് പറയാം, മോളെ നീ വിഷമിക്കണ്ട കേട്ടോ, കുറച്ച് പൈസ ഞാൻ തരാം നിനക്ക് പോകാൻ വേണ്ടി, നീ രക്ഷപ്പെടുമ്പോൾ എനിക്ക് തിരിച്ചു തന്നാൽ മതി. അതൊക്കെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ അവരെ വിളിച്ചിട്ടൊക്കെ ഒരു 3 വർഷമൊക്കെ ആവുന്നു. അതുപോലെ തന്നെ എൻ്റെ ആങ്ങളമാർ, വേറെ ആങ്ങളമാർ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ്, അവർ നമ്മളിതുവരെ നമ്മളറിയാത്തവരും നമ്മളെ ഒരുപാട് നമ്മുടെ ഇൻറ്റിമേറ്റ് അല്ലാത്തവരും ഒക്കെ നമുക്ക് പൈസ തന്നത്. അങ്ങനെ അതൊരു ഭയങ്കര അനുഭവം. പ്രതീക്ഷിക്കാൻ നമ്മൾ ഒരുപാടിടത്ത് കടം പേടിക്കുകയും നെട്ടോട്ടം ഓടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അമ്മ എന്നെ കുറച്ച് നേരമേ വിഷമിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ അത് കഴിയുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം എപ്പോഴും തരുന്നത്. അതുപോലെ തന്നെ അങ്ങനെ പ്രോസസ്സിങ് കഴിഞ്ഞു, പൈസകളൊക്കെ അടച്ചു. വിസയുടെ താമസം, ഇത് കൊടുത്തു കഴിഞ്ഞാൽ വിസയുടെ താമസം ഒരുപാട് നേരമാണ്. നമ്മളിനി പൈസ അടച്ചെങ്കിലും ഇല്ലെങ്കിലും വിസ വരാൻ താമസമുണ്ട്. പ്രതീക്ഷിക്കാതെ 29-ാം തീയതി എന്നൊരു ഡേറ്റിന് എനിക്ക് വിസ വന്നു. അതൊന്നും അങ്ങനെയൊന്നും പെട്ടെന്ന് വരുന്നതല്ല. ഞാൻ അന്ന് പറഞ്ഞില്ല, ഞാൻ എക്സാം എഴുതാൻ പോയി ഇവിടെ വന്ന്, എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഞാൻ ആ അരുവിൽ നിന്ന് ഇവിടെ അച്ഛൻ പറയുന്നുണ്ട്, അച്ഛനാണ് ഒരു കുട്ടി ഇവിടെ പറയുന്നുണ്ട്, സാക്ഷ്യം പറയുന്നുണ്ട്. ഞാൻ അച്ഛനോട് ഇത് കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നോ അങ്ങനെ എന്തോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ ഇതാണ് പറഞ്ഞത്, ഇതുവരെ നിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ആമ ഇഴഞ്ഞു പോകുന്ന പോലെയാണ് നടന്നത്, പക്ഷേ ഇനി തൊട്ട് ആ ആമ ഒരാൾ എടുത്തുകൊണ്ട് എങ്ങനെ ഓടും അതുപോലെ ആയിരിക്കും നിൻ്റെ കാര്യങ്ങളൊക്കെ. അത് കേട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ കാര്യം എങ്ങനെ നടക്കണേ, എൻ്റെ ആമയെ 1, 2, 3 പേര് എടുത്തുകൊണ്ട് പോകണേ എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ പറയുക. അതുപോലെ അത് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പേ പെട്ടെന്ന് എൻ്റെ അമ്മ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ 27-ാം തീയതി ഞാൻ UK പോവുക. എനിക്കതിൻ്റെ സന്തോഷം ഒരുപാടുണ്ട്. ഞാൻ എൻ്റെ അമ്മയോട് നന്ദി പറയുന്നു. കാരണം 3 വർഷം 4 വർഷത്തോളം എൻ്റെ പുറകെ നടന്ന് ഒരു ഏജൻസി ചെന്ന് കബളിക്കപ്പെട്ട് 6 ലക്ഷം രൂപ എൻ്റെ പുറകെ കളഞ്ഞ് ഇപ്പം എനിക്ക് പോകാൻ സാധിച്ചു. എൻ്റെ അമ്മ എന്നെ സഹായിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു, ഒരുപാട് നിയോഗങ്ങളൊക്കെ വെച്ചു. പക്ഷേ ഇപ്പോഴെനിക്ക് ഉണ്ടായൊരു അനുഭവം ഞാൻ പറയാം. ഞാൻ 7 കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും, പക്ഷെ ഞാൻ അതിൻ്റെ കാര്യം അധികം പറയാറില്ല. എന്തെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞമ്മ ഒരാടെ വീട്ടിലാണ് കഴിയുന്നത്. എന്ന് വെച്ചാൽ അവർ വാടകയ്ക്കല്ല, ഒരാടെ സമ്മതപ്രകാരം അവരുടെ വീട്ടിൽ കഴിയുവാണ്. അവരുടെ വീടെന്ന് വെച്ചാൽ ഇടിഞ്ഞു പൊളിഞ്ഞ് പ്രായപൂർത്തിയായ ഒരു കൊച്ചേ ഉള്ളൂ. അവളെന്ന് വെച്ചാൽ ആ കുഞ്ഞെന്ന് വെച്ചാൽ എല്ലാവരുടെയും കൂട്ടി നോർമലല്ല, പുള്ളിക്കാരി ഹാൻഡിക്യാപ്ഡാണ്. പക്ഷേ അവൾക്ക് 22 വയസ്സുണ്ട്. അപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ കഴിയാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കുഞ്ഞമ്മ വേറൊരാടെ റിലേറ്റീവാണ് അവരുടെ വീട്ടിൽ, അവർ നാട്ടിലില്ല, അവർ പുറത്താണ്, അവരുടെ വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ 3 വർഷത്തോളമായി അവരുടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. എപ്പോഴും പറയും, മോളെ എത്ര നാളാണ് ഒരാളുടെ വീട്ടിലിങ്ങനെ താമസിക്കുക, അവരിറങ്ങിപ്പോകാൻ പറയുന്നില്ല, പക്ഷേ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ കാണില്ലേ, ഞാൻ ഈ പ്രായപൂർത്തിയായി ഈ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ട് പോകും, അവൾക്കാണെങ്കിൽ പെട്ടെന്ന് പ്രതിരോധിക്കാനോ നമ്മുടെ കൂട്ട് സംസാരിക്കാനുള്ള ശേഷിയൊന്നുമില്ല. ഈ സമയത്ത് നമ്മൾ കാണുന്നതല്ലേ, 2 വയസ്സുള്ള കുഞ്ഞിനെ പോലും നമുക്ക് പുറത്ത് വിട്ടിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ കുഞ്ഞമ്മയ്ക്കൊരു ഇടിഞ്ഞു പൊടിഞ്ഞ വീടും വസ്തുവുണ്ട്, അതൊന്ന് വിറ്റ് കിട്ടിയിരുന്നെങ്കിൽ അവരെങ്ങനെങ്കിലും വേറെ എവിടെയെങ്കിലും വാടകയ്ക്കേലും വീടെടുത്ത് താമസിച്ചേനെ, സമാധാനത്തെ കഴിഞ്ഞാൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ആ കാര്യം അങ്ങ് മറന്നു. പ്രാർത്ഥിക്കും, പക്ഷേ ആ നിയോഗത്തിലുണ്ടല്ലോ, അത് നടന്നില്ലല്ലോ എന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നു. ഇവിടെ വന്ന് സിസ്റ്ററോട് ഈ കാര്യമെല്ലാം പറഞ്ഞ് ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു. എൻ്റെ അമ്മൂമ്മയാണ് വിളിച്ചത്, അമ്മയുടെ അമ്മ. ഞാൻ അപ്പം എന്തോ ആയി മോളെ പള്ളിയിൽ പോയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയെ സാക്ഷ്യം പറയാൻ എഴുതി കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുക. അപ്പം പറഞ്ഞു, മോളെ കുഞ്ഞമ്മയുടെ വീടിൻ്റെ കച്ചവടമായി, അവർ പെട്ടെന്ന് വന്ന് എഴുതാൻ പറഞ്ഞ്. ഞാനിവിടെ ഇരിക്കുമ്പം എന്നോട് പറയുക, കുഞ്ഞമ്മ ഇപ്പം അവർ എഴുതി കാണും, ഇപ്പം അവർ എഗ്രിമെൻ്റ് എഴുതി പൂർത്തീകരിച്ച് കാണും. അതൊരു വലിയ കാര്യമാണ്, കാരണം ഞാനത് പ്രതീക്ഷിച്ചതേ ഇല്ല. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ അവരത് എഴുതുവാന്ന്. മാതാവിനെ വിശ്വസിക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അമ്മയെ വിശ്വസിക്കണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അമ്മ നമുക്ക് നടത്തിത്തരും. ഒരു അന്ധവിശ്വാസിയായിരുന്നു ഞാൻ. എന്നെ അമ്മ ഇത്രയും ഉയർത്തിയെങ്കിൽ അത് അമ്മയുടെ കഴിവ് തന്നെ, അമ്മയുടെ അത്ഭുതമാണ്. വാഗ്ദാനത്തിൻ്റെ പേടകമല്ല, അമ്മ നമ്മളെല്ലാം ഉയർത്തും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല എൻ്റെ സഹോദരനോട് മിണ്ടത്തില്ല, ഞാൻ വീട്ടിൽ കയറിയിട്ടില്ലെന്ന്. ഈ ഇടയ്ക്ക് ഞാനിങ്ങനെ എന്തോ എൻ്റെ ഇമിഗ്രേഷൻ്റെ എന്തോ പേപ്പർ അഡ്രസ്സ് മുഖാന്തരം എൻ്റെ സ്വന്തം വീട്ടിലാണ് വരുന്നത്. ഞാനത് മേടിക്കാൻ എൻ്റെ വീടിൻ്റെ വാതക്കെ ചെന്നയാണ്. അപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ച് പറയാം, ഞാനിനി അങ്ങോട്ട് ഇറങ്ങി വരില്ല കേട്ടോ,
നീ വേണമെങ്കിൽ നിൻ്റെ വീട്ടിലോട്ട് കയറി വാ. ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ ആങ്ങളെ എന്നെ വിളിച്ചില്ലല്ലോ, ആ ഏട്ടനുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കും. ഇല്ല മോളെ, നീ ധൈര്യമായിട്ട് കയറിപ്പോരെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് എന്തോ തോന്നി, എനിക്കപ്പോൾ എൻ്റെ വാശിയൊന്നും എൻ്റെ ഫ്രണ്ടിലേ ഇല്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോകണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് 5 വർഷവും 4 വർഷത്തിൽ കൂടുതലായി ഞാൻ പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് ചെന്ന് ഞാൻ ഏകദേശം ഒരാഴ്ചയോളം അവിടെ കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ കഴിയുന്നതിൻ്റെ ഒരു സന്തോഷം എന്തുവാന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കി. കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലോട്ട് പോകുമ്പോൾ അങ്ങനെ എൻ്റെ അമ്മയോട് പറയും. അപ്പം ഞാൻ ഇരിക്കും, അമ്മേ ഒരാളുടെ മനസ്സൊക്കെ മാതാവിന് മാറ്റാൻ പറ്റുമല്ലോ. പിണക്കത്തോട്ടിരുന്നവരൊക്കെ എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ഇന്നലെയാണ് എൻ്റെ അമ്മ വിളിച്ചു പറയുക, മോളെ ആങ്ങളെ പറഞ്ഞ് നീ പോകാൻ പോവല്ലേ 2 ദിവസം. ആങ്ങളെക്കാരോട് ഞാൻ വീട്ടിൽ പോയ കാര്യമൊന്നും. മോളെ ആങ്ങളെ പറഞ്ഞു, മോനെ നീ പോകാൻ പോവല്ലേ, പോകുന്നതിന് മുമ്പ് 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കണേന്ന്. സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ ആഗ്രഹിച്ച കാര്യമല്ല എൻ്റെ അമ്മ നേടിത്തന്ന്. ഞാൻ പറഞ്ഞു, അമ്മേ ഞാനിപ്പോൾ വരുന്നില്ല, അമ്മേ ഞാനിപ്പോൾ പോകുന്നില്ല അമ്മേ, മാതാവേ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ആങ്ങളെ കാണാൻ പോകത്തുള്ളൂ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവചനമാണ്, തന്നിൽ വിശ്വസിക്കുന്നവരാരായിരുന്നാലും അവരെല്ലാം രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് വരുന്ന കൃപയുടെ നീർച്ചാലൊഴുകുന്ന കൃപാസനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മ നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങളാണ് നാം കേൾക്കുക. തൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു എന്നും, എന്നാൽ അക്രൈസ്തവയായ ഈ മകള്, ഒരു വിശ്വാസവും ഇല്ലാതിരുന്ന മകള്, അങ്ങനെ ഒരു പ്രാർത്ഥനയുമില്ല, ഞാൻ നല്ലത് ചെയ്താൽ എനിക്ക് കിട്ടും, അതിനെന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആ ഒരു ചിന്തയോടെ നടന്നിരുന്ന മകളെ ഇന്ന് ഇവിടെ നിന്ന് തൻ്റെ സ്വന്തം അമ്മയോട്, പെറ്റമ്മയോട് പറയുന്ന അതേ സ്വാതന്ത്ര്യത്തോടെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനും, ആ മകളുടെ സംസാരത്തിൽ നിന്ന് നമുക്കറിയാം എങ്ങനെയാണ് മാതാവിനോട് ആ മകൾ സംസാരിക്കുന്നതെന്ന്. അങ്ങനെ അമ്മയോട് പറയുന്ന ഒരു സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഇന്ന് വന്നിരുന്ന ആ നിമിഷത്തിൽ തന്നെ മറ്റൊരു നിയോഗവും കൂടി നടന്നു കഴിഞ്ഞു. അങ്ങനെ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിച്ച് നമ്മെ സാക്ഷികളാക്കുന്ന, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കുന്ന ഈ വലിയ അനുഭവ സന്നിധിയിലേക്ക് വരുവാൻ നമുക്കും ഇടയാകട്ടെ. നമുക്കും ഇവിടെ നിന്ന് സാക്ഷ്യം പറയാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.